T20 സ്ക്വാഡിലേക്ക് അവസരം ലഭിക്കുന്നു. ഒരു മത്സരം പോലും കളിക്കാനാവാതെ ബെഞ്ചിൽ വാട്ടർ ബോയിയായി വെള്ളം കൊണ്ടുകൊടുത്ത് തൻ്റെ കരിയർ തള്ളി നീക്കിയിരുന്ന ആ ഒരു കാലം, ഒരുപക്ഷെ വല്ലപ്പോഴും മാത്രം ലഭിച്ചേക്കാവുന്ന ആ ഒരു അവസരം, എല്ലാ സമ്മർദ്ദങ്ങളുമായി ക്രീസിലേക്ക് ഇറങ്ങുമ്പോൾ, ഒരു ഷോട്ടിന് ശ്രമിച്ച് പുറത്താകുമ്പോൾ, വീണ്ടും എവിടെയെല്ലാമോ അവസാനിക്കുമെന്ന് കരുതിയ ആ ഒരു ഇന്നിങ്സ്, പണവും സ്വാധീനവും ഇന്ത്യൻ സെലക്ഷനിൽ നിർണായകമാകുന്ന സമയത്ത് അവന് സൈഡ് സീറ്റിലിരുന്ന് സ്വപ്നം കാണാൻ മാത്രമേ അർഹതയുണ്ടായിരുന്നുള്ളൂ. ലഭിച്ച അവസരങ്ങളിൽ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സാധിക്കാതെ പരാജയത്തിലേക്ക് പോയപ്പോഴും ഒരു സമയത്ത് ഇന്ത്യൻ ടീം തൻ്റെ കീഴിലാകുമെന്ന് വിശ്വസിച്ച ആ ഒരു കരളുറപ്പാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന സഞ്ജുവിനെ ഇപ്പോൾ മറ്റാർക്കും നേടാനാവാത്ത ഒരുപിടി റെക്കോർഡുകൾക്ക് മുൻപിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട പല മഹാവീരന്മാർക്ക് പോലും എത്തിപ്പിടിക്കാനാവാത്ത ചരിത്ര നേട്ടമാണ് സഞ്ജു വെറും 5 ഇന്നിങ്സുകൾ കൊണ്ട് സ്വന്തം പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത്. ചരിത്രത്തെ തിരുത്താനല്ല, മറിച്ച് താൻ ചരിത്രമായി മാറുകയാണെന്നാണ് സഞ്ജു ഓരോ മത്സരശേഷവും ഇപ്പോൾ എടുത്തു പറയുന്നത്. അന്താരാഷ്ട്ര T20യിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമായി സഞ്ജു സാംസൺ മാറിയിരിക്കുകയാണ്. ഒരു ഇതിഹാസ താരത്തിന് പോലുമില്ലാത്ത റെക്കോർഡാണ് സഞ്ജു ഇപ്പോൾ സ്വന്തം പേരിലേക്കാക്കിയിരിക്കുന്നത്. തന്നെ അവഗണിച്ചവർക്കും വഴിമാറ്റിയവർക്കും വിമർശിച്ചവർക്കും എല്ലാമുള്ള ഒരു മറുപടി താൻ പറത്തുന്ന ഓരോ സിക്സറുകളിലും സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നും തീക്കനലായാണ് പുറത്തുവരുന്നത്. വേൾഡ് നമ്പർ 1 T20 ബാറ്ററായ സൂര്യകുമാർ യാദവ് പോലും ദക്ഷിണാഫ്രിക്കൻ ബൗളിങ്ങിനെ പ്രതിരോധിക്കാനാവാതെ ആദ്യ T20യിൽ പുറത്തായപ്പോൾ പോരാട്ട വീര്യത്തിന്റെ മറ്റൊരു മുഖമായാണ് സഞ്ജു ആദ്യ T20യിൽ മാറിയത്. ടീമിന് അനിവാര്യമായ സമയത്ത് വ്യക്തിഗത നേട്ടങ്ങളെക്കാൾ ഉപരി തന്റെ ടീമിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബാറ്റിംഗ് കാഴ്ചവെച്ച സഞ്ജു തുടർച്ചയായ 2ാം അന്താരാഷ്ട്ര T20 സെഞ്ചുറിയാണ് ആദ്യ മത്സരത്തിൽ കുറിച്ചത്. അന്നവരെ തന്നെ കളിയാക്കിയവരും തള്ളിപ്പറഞ്ഞവരും വിമർശിച്ചവരും തന്റെ പ്രകടന മികവ് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് സഞ്ജുവിനെ വീണ്ടും പോരാട്ടത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയത്. തന്റേതായ ഒരു സ്ലോട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ അവൻ അവകാശപ്പെടുകയാണ്. സ്വാധീനം വെച്ച് സ്ലോട്ട് സ്വന്തമാക്കുകയല്ല അവൻ ചെയ്തത്. ഇത്രയും നാൾ അവൻ നേരിട്ട വിമർശന ശരങ്ങളെയും അനുഭവിച്ച കളിയാക്കലുകളെയും നേരിട്ട പരാജയങ്ങളെയും ഊർജമാക്കി മാറ്റിക്കൊണ്ട് ഓരോ ഷോട്ടിലും തന്റെ പ്രതികാരത്തിന്റെ തീക്കനലാണ് അവൻ കാണികളിലേക്ക് പറത്തിയത്. T20 ക്രിക്കറ്റിൽ അരങ്ങേറി 10 വർഷങ്ങൾക്കിപ്പുറമാണ് തുടർച്ചയായ മത്സരങ്ങളിൽ സഞ്ജുവിന് അവസരം ലഭിക്കുന്നത്. ഒരു സമയത്ത് പ്രധാന വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനെ മാത്രം ടീം ഇന്ത്യ പരിഗണിച്ചപ്പോൾ റിസർവ് ബെഞ്ചിൽ വാട്ടർ ബോയ് ആയിട്ടായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം. സ്വന്തം നാട്ടിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീം കളിക്കാനായി എത്തിയപ്പോൾ അർഹിച്ച ടീമിലെ സ്ഥാനം പോലും ലഭിക്കാതെ ടീമിലേക്ക് പരിഗണിക്കാതെ മാറ്റി നിർത്തിയിരുന്ന ആ ഒരു ചെറുപ്പക്കാരൻ നേരിടുന്ന ഓരോ അവഗണനയും മുന്നോട്ടുള്ള ഊർജമായി കണക്കിലെടുത്ത് IPLൽ തന്റെ പോരാട്ട വീര്യം എന്തുകൊണ്ടും ആവർത്തിക്കുകയായിരുന്നു സഞ്ജു. രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനത്ത് എത്തിയതിനു ശേഷം ഒരു ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണമെന്നും ഓരോ താരങ്ങൾക്കും എങ്ങനെ അവസരം നൽകണമെന്നും സഞ്ജു കാട്ടിക്കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഇന്ത്യൻ ടീമിന്റെ എല്ലാ ഫോർമാറ്റിലും കളിക്കുന്ന ജയ്സ്വാൾ ഉൾപ്പെടെ സഞ്ജുവിന്റെ ശിക്ഷണത്തിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുറപ്പിച്ച പലരും ഇപ്പോൾ നിലവിലുണ്ട്. ഒഴിച്ചുകൂടാനാവാത്ത ഓൾറൗണ്ടറായി റിയാൻ പരാഗ് മാറിയപ്പോൾ വേണ്ടത്ര അവസരം അദ്ദേഹത്തിന് രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസണാണ് ഒരുക്കിയത്. താൻ നേരിട്ട അവഗണനയും വിമർശനങ്ങളും ഒരു കാരണവശാലും തന്റെ കീഴിലുള്ള താരങ്ങൾക്ക് ഉണ്ടാവരുത് എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും അനുഭവങ്ങൾ അവനെ പഠിപ്പിച്ചിരുന്നു. രവി ശാസ്ത്രിയുടെയും രാഹുൽ ദ്രാവിഡിന്റെയും കീഴിൽ ഇന്ത്യൻ ടീം പരമ്പരകൾക്കായി പോകുമ്പോഴും അർഹിച്ച അവസരത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. പ്രധാന വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിന് ഏതെങ്കിലും രീതിയിൽ കളിക്കാൻ സാധിക്കാതെ വന്നാൽ മാത്രം സഞ്ജുവിലേക്ക് വെളിയെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു മുൻപുണ്ടായിരുന്നത്. സമ്മർദ്ദ സാഹചര്യത്തിൽ ആകെയുള്ള 5ൽ ഒരവസരം മാത്രം സഞ്ജുവിനെ തേടിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു കാലയളവിൽ കണ്ടത്. ലഭിച്ച ആ ഒരു അവസരത്തിൽ ഒരുപക്ഷെ നിറം മങ്ങിപ്പോയാൽ പിന്നീട് ഇന്ത്യൻ ടീമിലേക്ക് വെളിയെത്താത്ത സാഹചര്യം. ഒരു കലണ്ടർ വർഷം മുഴുവൻ കാത്തിരുന്ന് ഒടുവിൽ IPLൽ വീണ്ടും മികച്ച പ്രകടനത്തോടു കൂടി സഞ്ജു ശ്രദ്ധ പിടിച്ചു പറ്റേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഫിയർലെസ് ബാറ്റിംഗ് തന്നെയാണ് സഞ്ജുവിനെ മുൻപോട്ട് നയിച്ചത്. സ്വന്തം നേട്ടങ്ങളിലുപരി അവൻ പവർ സ്ട്രോക്കുകളിലൂടെ ടീമിന്റെ റൺസ് ഉയർത്താനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് സമന്വയമായ ഒരു നീക്കത്തിലൂടെ സ്ഥാനമുറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സഞ്ജുവിന്റെ ഭാഗത്തു നിന്നും പിന്നീടുണ്ടായത്. കുറച്ചുകൂടി സാവകാശത്തിൽ ലഭിച്ച അവസരം പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ഒരു പിഴവ് പോലും ഉണ്ടാകാതെ മുൻപോട്ട് പോകുവാനായാണ് സഞ്ജു ശ്രമിച്ചത്. അങ്ങനെ T20യിൽ മാത്രം വല്ലപ്പോഴും അവസരം ലഭിച്ചിരുന്ന സഞ്ജുവിന് ഇന്ത്യയുടെ ഏകദിന ടീമിലേക്കുള്ള വിളിയാണ് പിന്നീടെത്തിയത്. ലഭിച്ച അവസരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ സെഞ്ചുറിയിലൂടെ തന്റെ കഴിവെന്താണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനും ലോക ക്രിക്കറ്റിനും മുൻപിൽ കാട്ടിക്കൊടുക്കുകയായിരുന്നു. എന്നാൽ സെഞ്ചുറി അടിച്ചിട്ട് പോലും പിന്നീടുള്ള പരമ്പരയിലും സഞ്ജുവിനെ തഴയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ലോകകപ്പ് T20 സ്ക്വാഡിലേക്ക് അദ്ദേഹത്തിന് അവസരം ലഭിച്ചുവെങ്കിലും ഒരു മത്സരത്തിൽ പോലും ബാറ്റ് പിടിക്കാനുള്ള അവസരം സഞ്ജുവിനുണ്ടായില്ല. എന്നിരുന്നാലും തിളങ്ങാനുള്ള അവസരത്തിനായി അവൻ തന്റെ ആയുധം മിനുക്കി വെക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരിയർ പരിശോധിക്കുകയാണെങ്കിൽ ഇത്രയും മത്സരത്തിൽ അദ്ദേഹത്തിന് ഇതുവരെയും അവസരം ലഭിച്ചിട്ടില്ല. ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ്
എത്തിയതും കോച്ചായി ഗൗതം ഗംഭീർ സ്ഥാനമേറ്റതും സഞ്ജുവിന്റെ കരിയറിൽ നിർണായക ടേണിംഗ് പോയിന്റായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്. ടീമിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും ഇതുവരെ ലഭിക്കാത്ത ആ ഒരു പരിഗണന ലഭിച്ചപ്പോൾ തന്റെ കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ ബാറ്റിംഗ് പ്രകടനവുമായി സഞ്ജു രംഗത്തെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സിംബാബ്വെ പരമ്പരയിൽ അർദ്ധ സെഞ്ചുറികളുമായി കളം നിറഞ്ഞ സഞ്ജു ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ ഓപ്പണർ റോളിലെത്തി ടീം ഇന്ത്യക്ക് വേണ്ടി നിർണായക പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവസാന T20യിൽ സെഞ്ചുറി നേടിക്കൊണ്ട് ഇതുവരെയും തന്നെ വിമർശിച്ചവരെ കൊണ്ട് സഞ്ജു കൈയടിപ്പിക്കുകയായിരുന്നു. ഒരു മാസത്തിനിപ്പുറം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20യിലും സെഞ്ചുറി കരുത്തുമായി സഞ്ജു ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചപ്പോൾ ഇതുവരെയും കളിയാക്കിയവരും തള്ളിപ്പറഞ്ഞവരും വിമർശിച്ചവരും ഒരേപോലെ അവനു വേണ്ടി കൈയടിക്കുകയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് രോഹിത്തിന് പകരം T20യിലേക്ക് കാത്തിരുന്ന ആ ഒരു ബാറ്റ്സ്മാൻ തീർച്ചയായിട്ടും സഞ്ജു ആണെന്ന് ചെറിയ തോൽവിയിൽ പോലും സഞ്ജുവിനെ വിമർശിച്ചിരുന്ന സുനിൽ ഗവാസ്കറെ കൊണ്ടുവരെ അദ്ദേഹത്തിന് പറയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, വർഷങ്ങൾ നീണ്ട പോരാട്ടം, അവന്റെ കഠിനാധ്വാനത്തിന് എല്ലാത്തിനുമുള്ള പ്രതിഫലം ഇപ്പോൾ അവനെ തേടിയെത്തുകയാണ്. ഒരിക്കലും വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് പിന്നാലെ അല്ല സഞ്ജു പോകുന്നത് എന്നും അവൻ 90കളിൽ എത്തി നിൽക്കുകയാണെങ്കിൽ സെഞ്ചുറിയിലേക്കല്ല മറിച്ച് ടീമിന്റെ സ്കോർ ബോർഡിലേക്കാണ് നോക്കുന്നത് എന്നാണ് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പ്രതികരിച്ചത്. 100% പിന്തുണയ്ക്കുന്ന ഒരു ക്യാപ്റ്റനും അതിലേറെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കോച്ചിനും കീഴിൽ സഞ്ജു എത്തിയപ്പോൾ തീർച്ചയായിട്ടും അവൻ സ്വപ്നം കണ്ട ആ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ഇപ്പോൾ കളിച്ചു തീർക്കുന്നത്. ഇന്ത്യൻ T20 ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റർ റോളാണ് ഇപ്പോൾ സഞ്ജു ഉറപ്പുവരുത്തുന്നത്. ഓപ്പണിംഗിൽ ഇന്നേ വരെ പല ജോഡികളും വന്നു പോയിട്ടുണ്ടെങ്കിലും അതിൽ സഞ്ജു ഇപ്പോൾ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. 2 മത്സരങ്ങളിൽ വീണ്ടും ഡക്കായപ്പോൾ ക്രിക്കറ്റ് ലോകം തള്ളിപ്പറയാൻ തുടങ്ങിയ ആ പേര് തുടർച്ചയായ 2 സെഞ്ചുറി അടിച്ച് തന്റെ കരുത്ത് തെളിയിച്ചതിന് ശേഷം 2 മത്സരങ്ങളിൽ നിറം മങ്ങിപ്പോയപ്പോൾ വിമർശകർ വീണ്ടും വളച്ചൊടിച്ച ആ ഒരു പേര് ഒന്നുകൂടി കേട്ടോളൂ, സഞ്ജു വിശ്വനാഥ് സാംസൺ. ക്ലാസും മാസും ചേർന്ന ബാറ്റിംഗ് മികവിലൂടെ സഞ്ജു സാംസൺ ക്രിക്കറ്റ് ലോകം കീഴടക്കിയിരിക്കുകയാണ്. സെഞ്ചുറികളുടെ റെക്കോർഡുകൾ സഞ്ജു സ്വന്തമാക്കിയെങ്കിൽ പോലും ഇനിയും ഒരുപക്ഷെ അവൻ ഇന്ത്യൻ ടീമിൽ നിന്നും തഴയപ്പെട്ടേക്കാം. കാരണം കഴിവിനേക്കാൾ ഉപരി ഇവിടെ സ്വാധീനത്തിനാണ് BCCI പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് സഞ്ജുവിനെ മുൻനിർത്തി നാം ഇതുവരെ കണ്ട കാഴ്ചയാണ്. എന്നാൽ പുതിയ ക്യാപ്റ്റനും പുതിയ കോച്ചിനും കീഴിൽ അവൻ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.